പ്രൈസ് ഗാഡ്. ഒരു ചെറിയ ചിന്ത നിങ്ങളോട് ഞാൻ കൈമാറുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വ്യക്തികളെ പറ്റി, ചില സ്നേഹിതരെ പറ്റി, ചില പ്രിയപ്പെട്ടവരെ പറ്റി മുമ്പെങ്ങുമില്ലാത്തൊരു വലിയ ആത്മഭാരം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്നാൽ അവരുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അറിയുവാനും അതവർ പറയാതെ തന്നെ സ്വപ്നത്തിലൂടെയും പ്രാർത്ഥനാ മുറിയിലൂടെയൊക്കെ അറിയുവാൻ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ഭാഗ്യത്തെ തന്നു. അപ്പം ഞാൻ ഈ വ്യക്തികളോട് ഷെയർ ചെയ്യുമ്പം അതെനിക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂറായിരുന്നു. കാരണം ചർച്ചിൽ പ്രവചിക്കാം, കോൺഗ്രിഗേഷൻ്റെ അകത്ത് പ്രവചിക്കാം, കോൺഫറൻസിൽ പ്രവചിക്കാം, പക്ഷേ വീട്ടിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലോ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പം പക്ഷെ ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ അവരെന്നോട് സീക്രട്ടായിട്ടുള്ള അവരുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഒരു വല്ലാത്തൊരു വേദന. എനിക്ക് പ്രശ്നമുണ്ട്, അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നി. ബൈബിൾ വാക്കുണ്ട്, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, അന്യോന്യം ഭാരങ്ങളെ ചുമപ്പിൻ. ഇത് എല്ലാവർക്കുമുള്ള ഗ്രേസ് അല്ല, ചിലർക്ക് വേണ്ടി ദൈവം അപ്പോയിൻ്റ് ചെയ്തതാണ്. ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ വിഷയത്തേക്കാൾ കൂടുതൽ അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എന്നെ ബലപ്പെടുത്തി. അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ഉപവസിക്കാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ നടക്കാത്ത ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഞാൻ ഫേസ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം, ദൈവാത്മാവിനോട് ഇടപെട്ടത്, ദൈവത്തിൻ്റെ ഭാരത്തെയാണ് ദൈവം എൻ്റെ മേൽ തന്നത്. ഭാരത്തെയാണ് ദൈവം എൻ്റെ മേൽ തന്നത്. ആ ഭാരത്തെ ഞാൻ വഹിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹവും വല്ലാത്ത ഒരിഷ്ടവും വല്ലാത്ത ഒരു കരുതലും എനിക്ക് അദ്ദേഹത്തോടും അവരോട് ചെയ്യുവാൻ തോന്നി. അവരെ ഒന്ന് സ്നേഹിക്കാൻ, അവരുടെ അടുത്തൊന്ന് പോയിരിക്കാനൊക്കെ എനിക്ക് തോന്നി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു പെർസെൻറ്റേജ് മാത്രമാണ് ഞാൻ അനുഭവിച്ചത്. നിങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന കർത്താവില്ലേ, ആ ദൈവത്തിന് നിങ്ങളോട് ഭയങ്കര കൺസേണുണ്ട്, നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്. ഇതെനിക്ക് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു, കർത്താവ് നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്കാരും പറഞ്ഞു തരാതെ മനസ്സിലാക്കുന്നു. യെസ്, ജീസസ് സ്റ്റിൽ ലവ്സ് യു. കർത്താവ് ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. നിൻ്റെ ജീവിതത്തിനകത്ത് നീ എടുക്കുന്ന സ്റ്റെപ്പുകൾ ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നിനക്കിപ്പോൾ സന്തോഷമായിരിക്കാം, പക്ഷേ ഞാൻ പറയാം, ടു നോട്ട് ടേക്ക് ദ സ്റ്റെപ്സ്. കർത്താവ് നിങ്ങൾ അധികമായി സ്നേഹിക്കുന്നു. യോഹന്നാനോട് ചോദിച്ചൊരു കാര്യം ഇങ്ങനെയാണ്, യോഹന്നാനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ടു ലവ് മീ rather than anyone else. യെസ്, യോഹന്നാൻ പറഞ്ഞു, അതേ കർത്താവ്, ഞാൻ അധികമായി സ്നേഹിക്കുന്നു. അധികമായി സ്നേഹിക്കുന്നവർക്ക്, അധികമായി ഇളച്ചു കിട്ടിയവർക്ക് ദൈവത്തിൽ നിന്നും അധികമായി ചിലത് പ്രാപിക്കുവാൻ നിൻ്റെ കരച്ചിലുകളെ കാണുന്ന ദൈവമുണ്ട്, നിൻ്റെ വിഷമത്തെ കാണുന്ന ദൈവമുണ്ട്. ആരോടൊക്കെ ഞാൻ പറയുകയാണ്, ദൈവം നിനക്ക് വേണ്ടി മറുപടി തരാൻ പോവുകയാണ്. ദൈവം നിനക്ക് വേണ്ടി ഉത്തരമരുളുന്ന ദിവസങ്ങളായി നിൻ്റെ വേദനയുടെ, നിൻ്റെ സീക്രട്ട് പെയിനിൻ്റെ വേദനയെ അറിയുന്ന ദൈവം ഇറങ്ങി നിൽക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.